ഹലോ ഹായ് നമസ്കാരം. ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കൊഞ്ച് തീയലാണ്. ഇത് 1/2 കിലോ കൊഞ്ചുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഞരമ്പെല്ലാം കളഞ്ഞ്, 2 സൈഡിലെ ഞരമ്പുണ്ട്, അതെല്ലാം എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ ഞരമ്പ് കളയാതെ കൊഞ്ചെടുക്കരുത്, അത് വയറിന് കേടാണ്. ഇതിങ്ങനെ വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഞരമ്പുണ്ടാവും. അതുപോലെ തന്നെ മറ സൈഡിലും ഒരു ഞരമ്പുണ്ടാവും. അത് കളഞ്ഞിട്ട് വേണം നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായ ആദ്യമായി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ തീയലിന് വറക്കാൻ വേണ്ടുന്ന തേങ്ങ, അതുപോലെ തന്നെ ഉള്ളി, ചെറിയ ഉള്ളിയാണ്, 4-5 ചെറിയ ഉള്ളി, വറുക്കുന്നതിലേക്ക് ആവശ്യമായ തേങ്ങ, അതിലേക്ക് ആവശ്യമായ കുറച്ച് 4-5 കുരുമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് വറുക്കുക. ഇതിൽ എണ്ണയൊന്നും ഞാൻ ചേർക്കുന്നില്ല, അല്ലാതെ തന്നെ നല്ല മൂപ്പിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പൊടികൾ ചേർക്കാവുന്നതാണ്. തീ വളരെ കുറച്ച് വെച്ചിട്ട് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കണം കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും മതിയാവും പൊടികൾ. ഇവിടെ എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് കുറച്ച് എരിവ് ചേർത്തത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. ഈ പൊടികളൊന്നും പച്ചമണം മാറി വരുന്നത് വരെ വറുത്തെടുക്കുക. ഇത്രയും മൂത്താൽ മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് മിക്സിയിലേക്ക് ചൂടോട് തന്നെയാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത്. നല്ലതുപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതിലേക്ക് അരപ്പ് ചേർക്കാം. അരച്ച് വെച്ചിരിക്കണം, നല്ല മഷി പോലെ അരയണം. വെള്ളം കൂടെ ചേർത്ത് ഉപ്പ്, ഇതൊന്ന് ഇളക്കുക. ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി നമ്മൾ കഴുകി 2-ആയിട്ടോ 3-ആയിട്ടോ അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. രണ്ട് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇളക്കി സ്റ്റവ് ഓൺ ചെയ്ത് അടച്ചു കൊടുക്കുക.
കൊഞ്ച് തീയൽ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ഒരു ചീനിച്ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് കടുക് വറുക്കുന്നതിന് ആവശ്യമായ വെളിച്ചെണ്ണ, എണ്ണ ചൂടായി വരുമ്പോൾ 1 സ്പൂൺ കടുക്, ചെറിയ ഉള്ളി, രണ്ട് വറ്റൽമുളക്, ഉള്ളിയും മുളകും മൂത്ത് വരുമ്പോൾ കറിവേപ്പില, തളിച്ച് നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ കൊഞ്ച് തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് അടിക്കുക, ഓൾ കൊടുക്കുക, ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണേ. താങ്ക് യു.